ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറിക്കാൻ പോകുന്നത് ബറാബ ഫ്രൂട്ടാട്ടോ. ബറാബ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഉണ്ട്. ഈ ഫ്രൂട്ടൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഈ ഫ്രൂട്ട് നമുക്കൊന്ന് പറിച്ച് പരിചയപ്പെടുത്തി തരാം. പുളിപ്പാണ് അധികമുള്ളത്. ഇതിനൊക്കെ മധുരം കുറവാണ്. മധുരത്തെക്കാളും കൂടുതലുള്ളത് പുളിപ്പാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ബറാബ ഫ്രൂട്ട്. ഇതിനകത്തൊന്നുമില്ല, ഒരു സീഡ് പിന്നെ കുറച്ച് ഫ്ലഷും ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ്, ഈ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ ഒരാൾ ഇത് നല്ല പരിപാടിയാണ്. എന്തോ കൊടുക്കുവാടാ അവിടെ? നീ ഫ്രൂട്ട് കഴിക്കുവാണോ? നിനക്ക് പുളിപ്പൊന്നുമില്ലേ? അപ്പോൾ ഇങ്ങനെ പുളിപ്പുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാജിക് ഫ്രൂട്ട് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും. അതായത് ഈ പുളിപ്പ് കൂടുതലുള്ള പഴങ്ങൾ ഏത് കഴിച്ചാലും മാജിക് ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. ഞങ്ങൾ ഈ പുളിപ്പമാങ്ങയും ചാമ്പയ്ക്കൊക്കെ ആവുന്ന സമയത്ത് ചാമ്പയ്ക്ക കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് മാജിക് ഫ്രൂട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് മാജിക് ഫ്രൂട്ട് പരിചയപ്പെടാം കേട്ടോ. ഇത് ബറാബ ഫ്രൂട്ടാണ്. ഇനി മാജിക് ഫ്രൂട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് മാജിക് ഫ്രൂട്ടിൻ്റെ ചെടി എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് മാജിക് ഫ്രൂട്ടിൻ്റെ സൈസ്. ഇത്രയേ ഉള്ളൂ. സാധനം കുഞ്ഞനാണെങ്കിലും ഉണ്ടല്ലോ, ഇത് പഴുത്ത ഒരെണ്ണം കഴിച്ചിട്ട് പുളിപ്പുള്ള ഏത് ഫ്രൂട്ട് കഴിച്ചാലും ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. കണ്ടോ, ഇതാണ് മാജിക് ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്ത് ഫ്രൂട്ട് കഴിച്ചാലും ഭയങ്കര മധുരമായിരിക്കും.